debate stops. നിങ്ങൾ ഒരു കുരുട്ട് കണ്ണിനെ തുറന്നു കഴിയുമ്പോൾ ആ തർക്കങ്ങളെല്ലാം അവസാനിക്കും. Open a deaf ear, debate stops. നിങ്ങൾ ഒരു ചെകിടന്റെ ചെവി തുറക്കുമ്പോൾ ഈ തർക്കങ്ങളെല്ലാം അവസാനിക്കും. Amen. Amen. See, revival is like it's like tremors in the spiritual realm. It's like earthquake that happens. ഉണർവുകൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഉണ്ടാകുന്ന ആമേൻ ചലനങ്ങൾ പോലെ, ഭൂമി കുലുക്കങ്ങൾ പോലെയാണ്. It's a shaking so that you will come out of your sleep and see the reality of who you are in Christ Jesus. അതൊരു കുലുക്കമാണ്. എന്തിനെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് നാം ക്രിസ്തുവിൽ ആര് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടി ദൈവം അയക്കുന്ന ഒരു ചലനമത്രേ. You are not ordinary people. നിങ്ങൾ സാധാരണ മനുഷ്യരല്ല. I said you are not ordinary people. നിങ്ങൾ സാധാരണക്കാരായ മനുഷ്യരല്ല. You are the sons of Almighty God. നിങ്ങൾ സർവശക്തനായ ദൈവത്തിന്റെ പുത്രന്മാരാകുന്നു. You are the sons and daughters of Almighty God. നിങ്ങൾ സർവശക്തനായ ദൈവത്തിന്റെ പുത്രന്മാരാകുന്നു. The heaven moves at your command. സ്വർഗ്ഗം നിങ്ങളുടെ കൽപ്പനയ്ക്ക് പുറകിൽ ചലിക്കുന്നു. Amen. Amen. We've been for long living in a season of knocking. നമ്മൾ ഒരുപാട് കാലമായി ഈ ആമേൻ മുട്ടുന്ന ആ ഒരു സീസണിൽ മൂവ് ചെയ്യുകയായിരുന്നു. Of begging. We've been knocking and begging. മുട്ടുകയും യാചിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിൽ നമ്മൾ മൂവ് ചെയ്യുകയായിരുന്നു. Because the church has not grown into maturity. സഭ, അതിന്റെ കാരണം സഭ അതിന്റേതായ പക്വതയിലേക്ക് വളരാത്തതിനാൽ. You know, you knock when you don't have the keys. നിങ്ങൾ മുട്ടുവാൻ കാരണം നിങ്ങളുടെ കൈകളിൽ താക്കോലില്ലാത്തതുകൊണ്ടാണ്. Jesus said, I give you the keys of the kingdom of heaven. പക്ഷേ യേശു പറഞ്ഞു, സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു. That means you can put the keys and unlock the door of heaven and release his power and release his anointing and release his glory in the name of Jesus. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആ താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അവന്റെ ശക്തിയും അവന്റെ അഭിഷേകവും അവന്റെ അത്ഭുതങ്ങളും റിലീസ് ചെയ്യുവാൻ സാധിക്കും. Say, I have the keys. ചേർന്ന് പറഞ്ഞാട്ടെ, എന്റെ കൈകളിൽ താക്കോലുണ്ട്. Before Jesus told Peter, I will lay the foundation of the church, he gave him the keys. യേശു പത്രോസിനോട് ഞാൻ സഭയുടെ അടിസ്ഥാനം ഇടും എന്ന് പറയുന്നതിന് മുൻപ് അവൻ തനിക്ക് താക്കോലിനെ നൽകി. A church is supposed to walk in the keys. ഒരു ദൈവത്തിന്റെ സഭ ആ താക്കോലുകളിൽ മൂവ് ചെയ്യണം, ചലിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. See, the thing is, in the church we think all the supernatural, all the miracles, it's only for the fivefold. നമ്മൾ വിചാരിക്കുന്നത് 5 വിധ ശുശ്രൂഷകൾ ചെയ്യുന്നവരെ മാത്രം ഉദ്ദേശിച്ചാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം വെച്ചിരിക്കുന്നത് എന്നാണ്. Let me say it this way. If it is not for everyone, it is for no one. അത് അത്ഭുതങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ലെങ്കിൽ അത് ആർക്കും വേണ്ടിയുള്ളതല്ല. The fivefold ministry is to train every believer to walk like Jesus walked. 5 വിധ ശുശ്രൂഷകളുടെ ഉദ്ദേശം എല്ലാ വിശ്വാസികളെയും യേശു നടന്നതുപോലെ ഈ ഭൂമിയിൽ നടക്കുന്നതിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ്. Do you know that Jesus did not come on this earth to show us what God can do? യേശു ഈ ഭൂമിയിൽ വന്നത് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് കാട്ടിത്തരാനല്ല. I mean, like God walking on water, what's the big deal? ദൈവം വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കുന്നത് വലിയ ഒരു സംഭവമല്ല. God multiplying food, what's the big deal? ദൈവം ഭക്ഷണത്തെ വർദ്ധിപ്പിക്കുന്നത്, അപ്പത്തെ വർദ്ധിപ്പിക്കുന്നത് ഒരു വലിയ സംഭവമല്ല. He did not come on this earth to show us what God can do. He came to show us with what one man anointed with the Holy Spirit can do. യേശു ഭൂമിയിൽ വന്നത് ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് കാണിക്കുവാനല്ല, ഒരു മനുഷ്യൻ